ടീമായിട്ട് തിരിഞ്ഞിട്ടാണ് ഇന്ന് കോമ്പറ്റീഷൻ നടത്താൻ തോറ്റ ടീം ജയിച്ച ടീമിന് 1000 രൂപ ട്രോഫിയും കൊടുക്കണം. ഇവിടെ കസേരന്റെ 3 റൗണ്ട് ചുറ്റിട്ട് തല ചുറ്റിട്ട് അവിടെ പോയിട്ട് വേണം ഓ എഴുതാൻ. ഇതിൽ കൊള്ളുന്ന 5 എടുക്കാം. ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് ഓണം അടിച്ചു പൊളിക്കാന്ന് വിചാരിക്കുന്നത്. ഞങ്ങളെന്റെ അടിപൊളിയാക്കാൻ പോവാണ്. ഓണമായിട്ട് നമുക്കിവിടെ ഒരുപാട് മത്സരങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇവിടെ പൂക്കളം ഇട്ടത് കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന ഓണപ്പൂക്കള കോമ്പറ്റീഷൻ ആണ്. അപ്പൊ ഇതിൽ ജയിക്കുന്ന ആൾക്ക് പ്രൈസ് 1000 രൂപ പ്രൈസ്, അതിന്റെ കൂടെ ട്രോഫി ഉണ്ട്. അതിന്റെ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ 4 പേരും 2 ടീമായിട്ട് തിരിഞ്ഞിട്ടാണ് ഇന്ന് കോമ്പറ്റീഷൻ നടത്താൻ പോകുന്നത്. അപ്പൊ തോറ്റ ടീം ജയിച്ച ടീമിന് 1000 രൂപ ട്രോഫിയും കൊടുക്കണം. ഇവിടെയുള്ള ട്രോഫി തന്നെയാണ്, അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പക്ഷെ 1000 രൂപ പോക്കറ്റിൽ നിർത്തി കൊടുക്കണം. അതുകൂടാതെ നമുക്ക് ഒരുപാട് മത്സരങ്ങളുണ്ട്, പിന്നെ നമുക്ക് സദ്യ ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ തുടക്കാളമാക്കാൻ പോവാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് പൂക്കള മത്സരത്തിലേക്ക്. അപ്പൊ നമ്മളിത് ആദ്യത്തെ മത്സരത്തിലേക്ക് കടക്കാണ്. ആദ്യത്തെ മത്സരം എന്ന് പറയുന്നത് പൂക്കള മത്സരമാണ്. അപ്പൊ നമ്മുടെ കോമ്പറ്റീഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ 4 പേര് ആദ്യം തന്നെ 2 ടീമായിട്ട് തിരിയും. ആ 2 ടീമിനുള്ളിലുള്ള പൂക്കളാണ് ഈ ഇരിക്കുന്നത് മൊത്തം കേട്ടോ. അപ്പൊ ടീമിലെ ഓരോരുത്തർക്ക് വീതം 30 സെക്കൻഡ് ആയിരിക്കും നമ്മൾ സമയം കൊടുക്കുക. ആ 30 സെക്കൻഡിനുള്ളിൽ നമ്മൾ ഇവിടെ നിന്ന് പൂ കളക്ട് ചെയ്തിട്ട് അവിടെ ഓരോ ടീമിനും 2 ടേബിൾ വീതം തന്നിട്ടുണ്ട്. ആ ടേബിളിന്റെ മുകളിൽ കൊണ്ടുവയ്ക്കണം. ആ പൂക്കൾ വെച്ചിട്ട് മാത്രമേ പൂക്കൾ ഇടാൻ പറ്റുള്ളൂ. പൂക്കൾ ഇടാനുള്ള സമയം എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂറാണ്. ആ 1.5 മണിക്കൂറിനുള്ളിൽ പൂക്കൾ അരിഞ്ഞ് ആ പൂക്കളം വരച്ച് അത് ഇട്ട് തീർക്കണം കേട്ടോ. അങ്ങനെ ഏറ്റവും ഭംഗിയിൽ ഏറ്റവും നല്ല പാറ്റേൺ ഏറ്റവും ലേറ്റ് ആയിട്ട് ആരാണോ പൂക്കൾ ഇട്ട് തീർക്കുന്നത് അവരായിരിക്കും വിന്നർ ആയിട്ട് വരുന്നത്. പിന്നെ വിന്നേഴ്സിനെ തീരുമാനിക്കുന്നത് വീട്ടുകാരായിരിക്കും കേട്ടോ. അപ്പൊ നമുക്കിതിലോട്ടിടാം. ആരുടെ ടീം 1 ആരുടെ ടീം 2 എടുത്തോ എടുത്തോ. ഒന്നും വേണ്ട. ഞാൻ ടീം 1, ഞാൻ ടീം 2, ഞാൻ ടീം 2. $1000 രൂപ എടുത്ത് വെച്ചിട്ടോ. പിന്നല്ല, ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് വരയ്ക്കും. നല്ല അടിപൊളിയായിട്ട് വരയ്ക്കും. അടിപൊളിയായിട്ട് നല്ല അടിപൊളി പാറ്റേണിലാണ് ഞങ്ങൾ എനിക്ക് ശ്രീക്ക് ട്രോഫി ഷാമി തരണോ? 1000 രൂപ 5 തരണം. ഉണ്ടെങ്കിലല്ലേ അത് തിരിച്ചു തരുന്നത്. നമുക്ക് എന്താ ചെയ്യേണ്ട വെച്ചാല് 2 പേരും കൂടി ക്യാഷ് തരാം, 2 പേരും കൂടി ട്രോഫി തരാം. അതെ, ശരി നമുക്ക് കാണാം. പൂക്കൾ കളക്ട് ചെയ്യാൻ പോവാണ്. 30 സെക്കൻഡ്സ് ആണ് സമയം. അപ്പൊ ഇത് എന്റെ ടീമായിട്ട് 5 ഇറങ്ങിയിട്ടുണ്ട്. എന്റെ ടീമിന്റെ അതെ, കാക്കാണുള്ളത്. അപ്പൊ റെഡി. കയ്യിൽ കൊള്ളുന്ന മാത്രം എടുക്കാം, ഇങ്ങനെ എടുക്കരുത്. അപ്പൊ പൂക്കൾ തീർന്നു. അപ്പൊ കയ്യിൽ കൊള്ളുന്ന 5 എടുക്കാം. സ്റ്റാർട്ട് ചെയ്യാം. 3, 2, 1 ഗോ. ചെട്ടി 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 റോസ് 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 നല്ല റോസ്. ചെട്ടി 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 ഡാലിയ. ഓ എടാ ഫുള്ള് ടേബിള് കാലിയായി. വൈറ്റ് നല്ലോണം കൂടുതലുണ്ട് അവിടെ. ഓറഞ്ച് മഞ്ഞ ഓറഞ്ച് കുറവാണ്. ഇവിടെ റെഡും യെല്ലോയും ആണ് ഗൈസ് കൂടുതൽ. നല്ല കൂടുതലാണ്, ബാക്കിയുള്ള കുറവാണ്. ഞങ്ങളെ സംബന്ധിച്ച് റോസ് കുറേ ഉണ്ട്. ഇത് ഞങ്ങൾക്ക് കിട്ടിയിട്ടേ ഇല്ല. അത് തീരെ കിട്ടിയില്ല. ഞാൻ ആദ്യം തന്നെ പോയെടുത്ത്. കാരണം ഞങ്ങൾ കണ്ടുവച്ച ഞാൻ കണ്ടുവച്ച ഡിസൈനും അത് വേണമായിരുന്നു. നമുക്ക് ഓറഞ്ച് റോസ് നല്ലോണം കിട്ടിയിട്ടുണ്ട്. ഞാനിത് അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ ഓറഞ്ച് കുറവാണ്. തട്ടിയിട്ട് ഞങ്ങളെ ടീമിനെ ആദ്യം തട്ടിയത് 5 ആണ്. വഴിതിരിക്കാൻ ശ്രമിച്ചു. അതെ, ഞാനത് എടുക്കാൻ പോകുന്ന സമയത്ത് ഇന്നെ അവിടെ തട്ടിയിട്ട് ഇന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചതാണ്. അപ്പൊ അതിനിപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ അത്ര കളക്ട് ചെയ്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് ഞങ്ങൾ ഡാലി ആയിരുന്നു വേണ്ടത്. അത് ആദ്യം തന്നെ എടുത്തതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട. ഞാൻ ഡാലി അടക്കുന്ന ഒരു വയലറ്റ് കളർ അടക്കമുള്ള സാധനം ഞാൻ പ്ലാൻ ചെയ്ത് വെച്ച് നിങ്ങൾക്ക് ഇത്ര ഡിസ്ട്രാക്ട് ചെയ്തോണ്ട് എന്നെ കണ്ടോ. നേരത്തെ മുഴുവൻ ഞങ്ങളുടെ ടീം വീടാൻ പോയത്. ഈ സൈഡിൽ ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഈ സൈഡ് മൊത്തം ഫുൾ പോവാണ്. ഇവിടെ കുറച്ചേ ഉള്ളൂ. കാര്യം ഞാൻ ഒരു ഉപദ്രവിക്കാനേ പോയിട്ടില്ല. അപ്പൊ നമ്മളിത് പൂക്കളിടാനുള്ള ടൈപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്.
പോവാണ്. 1.5 മണിക്കൂറാണ് നമുക്കുള്ള ടൈം. മിണ്ടാതിരിക്കും. റെഡി 3, 2, 1 go. ഞങ്ങളിപ്പോഴത്തേക്കും അരിയെ തുടങ്ങിക്കോളെ ഗൈസ്. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടേ വരയ്ക്കുന്നുള്ളൂ. ക്യാമറ അവിടെ വച്ചിട്ട് വന്ന് അരിയേ ഗൈസ്. ഞാനിത് അവിടെ മഞ്ഞ അരിഞ്ഞോണ്ടിരിക്കുകയാണ്. മഞ്ഞൊക്കെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. ഷാമി അവിടെ വരച്ച് തുടങ്ങുന്നുണ്ട്. ഇതാണ് ഡിസൈന്. ഡിസൈൻ കാണിക്കാൻ പറ്റില്ല. ഡിസൈൻ കാണാൻ പറ്റൂല. അത് ലാസ്റ്റേ കാണുള്ളൂ. വരച്ച് കഴിഞ്ഞപ്പോ ഒരു മനസ്സിലാവില്ലേ? എല്ലാ പൂക്കളൊക്കെ മറന്നു പോകാ. ഞങ്ങൾ മഞ്ഞ ഏകദേശം അരിഞ്ഞ് കഴിഞ്ഞു ഗൈസ്. എനിക്ക് അടുത്ത റെഡ് അരിയാനുണ്ട്. എന്റെ പണി ഏകദേശം മഞ്ഞത്ത് മുഴുവൻ അരിയണ്ടേ? അല്ലാതെ മുഴുവൻ അരിയണ്ട. നമുക്ക് കുറച്ചിട്ടിട്ട് പിന്നെ ഇടയിൽ നീ വന്നിട്ട് അരിയണം. ക്യാമറ പിടിച്ചോണ്ട് മാത്രം നിൽക്കരുത്. ഞാനിതവിടെ പൂക്കൾ അരിഞ്ഞോണ്ടിരിക്കുകയാണ്. അഞ്ച് ഇതവിടെ പൂക്കളെ പറിച്ചോണ്ടിരിക്കുകയാണ്. ഇവരെന്തൊക്കെയാ ചെയ്യുന്നതെന്ന് ഇവരെന്നെ പറഞ്ഞു. ഞങ്ങൾ പൂക്കൾ അരിഞ്ഞോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എന്നിട്ടേ വരയ്ക്കുന്നുള്ളൂ. ഇതുവരെ ഡിസൈൻ എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? കണ്ടുവച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളതാണ് അടിപൊളി. ഞങ്ങളതാണല്ലേ. എനിക്ക് പേടിയാവുന്നുണ്ട്. വരച്ചു വരുമ്പോ അങ്ങനെ ആവുമെന്ന് തോന്നുന്നില്ല. ഗൈസ് അങ്ങനെ നമ്മൾ ഒരു സർക്കിൾ കറക്റ്റ് ഇവിടെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന ഡിസൈൻ ഇതാണ് ഗൈസ്. അവർക്ക് അങ്ങോട്ട് കാണിച്ചു കൊടുക്കട്ടെ. ഓർക്ക് കാണിച്ചു തരൂല. ഞാൻ ഉദ്ദേശിക്കുന്ന ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇതാണ് നമ്മൾ ഈ പോർഷനിൽ ഇടാൻ പോകുന്നത്. കാര്യം ഇത്രയൊന്നും വരച്ചെടുക്കാൻ എനിക്ക് എന്തായാലും പറ്റൂല. അപ്പൊ ഇത് ഈ പോർഷനിലേക്ക് ആക്കിയിട്ട് ബാക്കി ഡിസൈൻസ് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ ഓൾറെഡി ഒരു ഡിസൈൻ വരച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് വർക്ക് ആവുന്നില്ല. അപ്പൊ ഞങ്ങൾ വേറെ ഡിസൈൻ കണ്ടു നോക്കിക്കൊണ്ടിരിക്കാട്ടോ. അത് ഇതുവരെ കിട്ടി ഡിസൈൻ എന്താന്ന് പോലും അറിയാതെ വിഷമിച്ചിരിക്കുകയാണ് ഞങ്ങള്. ഒരു പൂക്കളം വരയ്ക്കാൻ പറഞ്ഞാൽ ഇത്ര ബുദ്ധിമുട്ടുള്ള പണി എനിക്ക് ഇപ്പോഴും. ഞാനത് ഷാമിനെ ഏൽപ്പിച്ചിട്ട് ഞാനിത് അവിടെ പൂ അരിഞ്ഞോണ്ടിരിക്കുകയാണ്. ഞാൻ ഓറഞ്ച് അരിയാണ്. പൂക്കളം വരച്ചിട്ടില്ലല്ലോ. ആ പിന്നെ ഓ അവിടെ പറയുന്ന ആൾക്കാര് പൂ പിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ ഒരു വട്ടം വരച്ച് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങക്ക് എന്താ ഡിസൈൻ ഒന്നും മനസ്സിലാവാതിരിക്കുകയാണ് ഇവിടെ. ഈശ്വര ഇവളിങ്ങനത്തെ ഓരോന്നും കണ്ടാ വരുന്നത്. ഇതൊന്നും തീരൂല. 1.5 മണിക്കൂർ കൊണ്ട് തീരണ്ട. ഇപ്പൊ തന്നെ 1/2 മണിക്കൂർ തീർന്നിട്ടുണ്ടാവും. വേഗം കണ്ടുപിടിക്കും. ഞാൻ ഇപ്പൊ വരാം. ഞാൻ സെന്ററിൽ ഒരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. രസല്ലേ? നല്ല രസമുണ്ട്. ഗൈസ് ഞാനിപ്പോ ഏകദേശം ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലൊക്കെ നമുക്ക് ഫില്ല് ചെയ്യണം. ശരിക്കും ഏറ്റവും കുറവുള്ള കളേഴ്സാണ് നമ്മൾ ഉള്ളിലിടേണ്ടത്. പക്ഷെ അവിടെ സ്ഥലം ഏറ്റവും കുറവുള്ള കളർ ഏതാ? ഓ അത് ആ ഉള്ളിലേക്ക് തികയൂല. അതോ യെല്ലോ യെല്ലോ പിന്നെ ഉണ്ടല്ലേ അവിടെ? നിങ്ങൾക്ക് അത്ര മതി. ഓരോ എത്രയാക്കി ഗൈസ് വരച്ചിട്ട് ഓരോ ഏകദേശം വരച്ച് ഫുള്ളാക്കിയിട്ടുണ്ട്. നമ്മളത് ഞാനിത് ഇത്രയും വരച്ചിട്ടുള്ളൂ. അതെന്താന്ന് വെച്ചാൽ നമുക്ക് ഇനി ബാക്കി ഇട്ട് കഴിഞ്ഞിട്ടേ ബാക്കി വരയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ഡിസൈനാണ് ഗൈസ്. എന്താവും എനിക്ക് അറിയില്ല. ഞങ്ങളിത് ഇവിടെ പൂക്കളിടാൻ സ്റ്റാർട്ട് ചെയ്തത്. ഉള്ളിൽ തന്നെ ഞങ്ങൾ ഇത് വാടാർമൽ ഇട്ടിട്ട് നല്ല ഡാർക്ക് ഇട്ടുണ്ട്. നല്ല തിക്കായിട്ടാട്ടോ ഇടുന്നത്. അപ്പൊ നല്ല ഭംഗി ഉണ്ടാവും. ആ നിങ്ങൾ എന്താ ഇവിടെ രണ്ടുപേരും ഭയങ്കര നിരുത്സാഹത്തിലാണല്ലോ. അതല്ല ഞങ്ങൾ ഇവിടെ എന്താ ചെയ്യേണ്ടത് ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ കാക്ക് ഇതുവരെ അരിഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഗൈസ് അങ്ങനെ ഞങ്ങളുടെ ടീമിൽ പൂ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ സെന്ററിലുള്ള ആ ഒരു പോർഷൻ വൈറ്റും യെല്ലോയും വെച്ച് ഫില്ല് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഷൂട്ട് ചെയ്യുന്നോണ്ട് എന്റെ നല്ലൊരു പൂ ഇടാനുള്ള ഗ്യാപ്പ് കിട്ടുന്നില്ല. നല്ലൊരു പൂ അരിയുന്നത് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഓരോ ഏൽപ്പിച്ചിട്ട് ഞാൻ പൂ അരിയാൻ പോകും. അപ്പൊ നീ വന്നിടണം. ഞങ്ങൾ രണ്ടുപേരും കൂടെ കൈകാര്യം ചെയ്തോണ്ടിരിക്കുക. ഞങ്ങളിത് അവിടെ വാടാമല്ലി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മള് തിക്കായിട്ട് ചേരുന്നില്ല. പിന്നെ എനിക്ക് അറിയുമ്പോ വേറെ ടീമാണല്ലോ. കാര്യം ഞങ്ങൾ എതിർ ടീമാണെങ്കിലോ ഇട്ടത് രസമല്ല. അതുകൊണ്ട് ഞങ്ങൾ ഡിസൈൻ മാറ്റി ഇവിടെ ഇങ്ങനെ വാടാർമല്ലി ബോർഡർ ആയിട്ട് കൊടുത്തിട്ട് അതിന്റെ നടുവിൽ ഇങ്ങനെ വെച്ചാലോ ഷാമി? വാടാർമല്ലി ബോർഡർ ചേരുന്നില്ല. അത് ചേരുന്നുണ്ട്. എല്ലാം ചേരുന്നില്ല. പക്ഷെ ഞങ്ങളുടെ ടീം ഭയങ്കര ജനറസ് ആണ് ഗൈസ്. എല്ലാവർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സംഭവം എന്താ വെച്ചാൽ അത് കൊളായിക്കോട്ടെ വെറുതെ പറഞ്ഞതായിരുന്നു സല്ലു. പക്ഷെ അത് ശരിക്കും അങ്ങനെ കൊളായി പോയതാണ്. അങ്ങനെ ഞങ്ങൾ പൂക്കളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇത് വാടാർമല്ലിട്ട് പിന്നെ അതിന്റെ ചുറ്റിൽ റോസ് വെച്ച് പിന്നെ ഇവിടെ ചെട്ടിയിട്ട് അതിന്റെ ഇവിടെ ബോർഡർ ആയിട്ട് റോസ് കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടുള്ള യെല്ലോ ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ലൈറ്റ് പിന്നെ വൈറ്റ് അങ്ങനെ ഷെയ്ഡുകൾ. അങ്ങനെ ഞങ്ങൾ ഷെയ്ഡ് ഭയങ്കര ഷെയ്ഡ്സിലാണ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇവിടെ എന്താ അവസ്ഥ നോക്കട്ടെ. ഇവിടെ ഞങ്ങള് യെല്ലോയും വൈറ്റും ആയിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ്. പിന്നെ അതിന്റെ സൈഡിലായിട്ട് വാടാർമല്ലി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇവിടെയാണ് ഗൈസ് നമ്മളെ വെറൈറ്റി വരാൻ പോകുന്നത്. ടീമേറ്റ് ഇവിടെ എന്താ ചെയ്യുന്നത്? ഇതന്നെ പണി, വേറെ ഒന്നുമില്ല. ഇനി എത്രയും പൂക്കൾ ബാക്കിയുണ്ട് കേട്ടോ. ഇവിടെ ചെട്ടി അരിയാനുണ്ട്. പിന്നെ ഇത് ഈ വൈറ്റ് ഉണ്ട്. ഇത് നോക്ക് ഇത് എത്ര അരിയോ ബാക്കിയില്ല. വേഗം പണി ചെയ്യും. ടൈമില്ല. 1.5 മണിക്കൂറുള്ളൂ കേട്ടോ. ഗൈസ് 5 അവിടെ ഒറ്റ കഷ്ടപ്പെടാ. ഷാമി അവിടെ ഇരുന്ന് ഊഞ്ഞാലാടുക. ഞാൻ ഒറ്റ മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ കാണണം
മിനിറ്റ് ആയി കഴിഞ്ഞു. ഞങ്ങൾ ഇവിടെ മൊത്തം ക്ലീൻ ആക്കി സൈഡിലുള്ള പൂക്കളും സൈഡിലൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയാ guys. അല്ല guys, ഞങ്ങൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു. സംഭവം എന്താ പറ്റി പോയത് വെച്ചാല് ഇതിന്റെ എൻഡിൽ ഇവിടെ ഒരു വെള്ള ലെയറും കൂടി വന്നാല് കറക്റ്റ് സർക്കിൾ ആയിട്ട് നല്ല ഭംഗിയിൽ നിൽക്കായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് പൂവില്ല, സമയം ഉണ്ടായിരുന്നു, പൂവില്ല. ഓറഞ്ച് പൂവുണ്ട്, അത് വെച്ചിട്ട് വേണമെങ്കിൽ പക്ഷെ അത് കളർ ഇങ്ങനെ ബ്ലെൻഡ് ആവില്ല. അതെ അതെ അതെ, അത് നോക്കുമ്പോ വെച്ച് നോക്കുമ്പോ നമുക്ക് ബ്ലെൻഡ് ആവൂല. അഡ്ജസ്റ്റ് ചെയ്യണമായിരുന്നു. ആ ഓറഞ്ച് ഇടുന്നതിലും നല്ലത് ഇത് ഇങ്ങനെ തന്നെ വെക്കുന്നത്. അങ്ങനത്തെ പല ഷേപ്പിലുള്ള അങ്ങനത്തെ പൂക്കളങ്ങളും ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പായിട്ട് ഞങ്ങൾ ഇത് അങ്ങോട്ട് വെച്ചു. അടിപൊളി. എന്തായാലും രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വിധികർത്താവിനെ വിളിക്കാം. ഉമ്മനാട്ടെ ഞങ്ങൾ വിളിക്കുന്നത്. അപ്പൊ ഉമ്മക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അവരാണ് വിന്നർ. അവർക്കായിരിക്കും ട്രോഫി, പിന്നെ 1001 രൂപയും കിട്ടാം. അതെ, അപ്പൊ ഉമ്മനെ വിളിക്കാം. അങ്ങനെ നമ്മളെ വിധികർത്താവ് മുമ്പ് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏത് ഇഷ്ടമായത്? ആരിട്ടത്? ഞങ്ങൾ ആരിട്ടത്? അത് പറയണ്ട. നിങ്ങൾക്ക് ഇതിൽ രണ്ടുപേരും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ രണ്ടും നല്ലൊരു ഭംഗിയുണ്ട്. പക്ഷെ അതിനേക്കാളും ആ ഇതാണ് എനിക്ക് ഇതിന്റെ കുറച്ചുകൂടെ ഷേപ്പായിട്ട് അത് ഞങ്ങൾക്ക് പൂ തീർന്നു പോയത് അമ്മ. പൂ തീർന്നു പോയി, അതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഷേപ്പ് ഇട്ടായിരുന്നു. കുഴപ്പമില്ല, രണ്ടും നല്ല ഭംഗിയുണ്ട്. ട്രോഫി ഞങ്ങൾക്കാണ്. എന്തൊക്കെയായിരുന്നു ഭയങ്കര പൂവ് തീർന്നു, എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഇന്ന് പൂവിട്ടോണ്ടിരിക്കുമ്പോ സല്ല ഇടയ്ക്കിടയ്ക്ക് പറയും ഞങ്ങൾ എന്നെ ട്രോഫി കൊണ്ടോ, ഞങ്ങൾക്ക് തന്നെ 1001 രൂപ. അത് നിങ്ങൾക്ക് ഒരു വാശി വരാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അപ്പൊ രണ്ടാളും കൂടെ പോയി എടുത്തു. പറഞ്ഞു വന്നത് 2 പേരും കൂടി 2 തന്നാ. ആയിക്കോട്ടെ, അത് നമുക്ക് പോയെടുത്തുണ്ട്. അങ്ങനെ guys, നമ്മുടെ പൂക്കള മത്സരത്തിൽ ജയിച്ച ടീം 2 നമ്മൾ സന്തോഷത്തോടു കൂടി നമ്മൾ ട്രോഫി കൈമാറാം. അതെ. ഇനി ഞങ്ങള് 2 വാക്ക് പറയാം. വേണ്ട, 2 വാക്കൊന്നും പറയണ്ട. ക്യാഷ് പ്രൈസ് ഇവർക്ക് വേണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ഈ പൂക്കൾ ഒരുക്കിയത്. അത് 1.5 മണിക്കൂറായിരുന്നു ഞങ്ങൾ തന്ന സമയം. ആ സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഇത്രയും നന്നായി ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് പൈസ പറഞ്ഞ പൈസ തന്നെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ കൂടെ റണ്ണറപ്പ് ആയിട്ടുള്ള ശ്രീക്ക് സല്ലുവിന് ഞങ്ങളുടെ കൈയടികൾ. ആകെ 2 ടീമുകളിലിരുന്നു. ഇനി നമുക്ക് സദ്യ കഴിക്കണം. അതാണ് ഏറ്റവും വിശന്നിട്ട് പോയി, നമുക്ക് ആ സദ്യ കഴിക്കാം. നല്ല വിശക്കുണ്ട് കഴിച്ചു. അപ്പൊ നമുക്ക് പോയിട്ട് സദ്യ കഴിക്കാം. ൂരമെനിക്കൊന്ന് കാണണ കാന്ത, ൂരമെനിക്കൊന്ന് കൂടണ കാന്ത, ഇവിടെ എനിക്കൊന്ന് കാണണ കാന്ത, ഇവിടെ എനിക്കൊന്ന് കൊട്ടണ കാന്ത. ഗെയിമും കൂടെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭയങ്കര വിശന്നിട്ടോ. രാവിലെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും കഴിച്ചിട്ടില്ല. സദ്യ കഴിക്കാനുള്ള അല്ലെങ്കിൽ ഗെയിംസിന്റെ ഒക്കെ ഒരു എക്സൈറ്റ്മെന്റോട് പ്രത്യേകിച്ച് ഒന്നും കഴിച്ചിട്ടില്ല. പക്ഷെ ഇത് നല്ല അടിപൊളി സദ്യ, നല്ല ടേസ്റ്റ് കിട്ടും. എല്ലാ വിഭവങ്ങളും ഉണ്ട്. അച്ചാറ്, പുളിയഞ്ചി, പപ്പടം, പിന്നെ ബീട്രൂട്ട് പച്ചടി, ഓല, എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമായി ഈ ബീട്രൂട്ട് പച്ചടി. നല്ല ടേസ്റ്റ് ഉണ്ട് അത്. അപ്പൊ നമുക്ക് ഇനി സദ്യ കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഗൈസ്, അങ്ങനെ സദ്യയൊക്കെ കഴിച്ചിട്ട് പായസം കുടിക്കുകയാണ്. ഈ ചെറിയ പഴം എടുത്തിട്ട് ഈ ഒരു പാലടിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. അങ്ങനെ നമ്മൾ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇപ്പൊ സന്ധ്യയായി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത ഗെയിംസിലേക്ക് കിടക്കാൻ പോവാണ്. അപ്പൊ നമ്മളെ ഗെയിം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ നമുക്ക് ഇവിടെ ഒരു ബക്കറ്റ് നിറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കൈക്കുമ്പിളായിട്ട് വെള്ളം ഇങ്ങനെ എടുത്തു കൊണ്ടുപോയിട്ട് ഈ ബോട്ടിൽ നിറയ്ക്കണം. അങ്ങനെ ഈ ബോട്ടിൽ കൂടുതൽ ഇത്ര സമയത്തിനുള്ളിൽ എത്ര സമയം നമ്മൾ കൊടുക്കുക? ഒരു മിനിറ്റ് സമയത്തിനുള്ളിൽ 6 ബോട്ടിലാണ് കൂടുതൽ വെള്ളം ഉണ്ടാവുക, അവരായിരിക്കും വിജയിക്കുക. സല്ലും ശ്രീയും തന്നെയാണ് ടീം. ഇന്ത്യ കൂട്ടത്തിൽ നിന്ന് ഷാമിയാണ് ഇപ്രാവശ്യം മത്സരം. ഞങ്ങളുടെ ടീമിൽ നിന്ന് ശ്രീ ആയിരിക്കും മത്സരിക്കാൻ. ജയിക്കാനുള്ള പ്രൈസ് എന്താ? അത് ജയിക്കുന്ന ആൾക്ക് മറ്റേ ടീമിലെ ആള് 500 രൂപ കൊടുത്താൽ മതി. 501 രൂപ. ഓക്കെ, ഓണത്തിന് എന്താടാ 1001 രൂപ കയ്യിലില്ലേ? അത് ഓക്കെ, റെഡി. 501 രൂപ. ഓക്കെ, റെഡി. ഒരു മിനിറ്റ് സമയം വെച്ചിട്ടുണ്ട്. രണ്ടാൾക്കും വന്നിട്ട് അടിപൊളി ഗെയിം. അപ്പൊ ഞാൻ ടൈമർ പറയാൻ പോണേ. 3, 2, 1, go. പൂവൊക്കെ ഇപ്പൊ കൊളാക്കുന്ന തോന്നുന്നു. പൂവിന്റെ കാര്യം ഒരു ഗ്യാരണ്ടി ഇല്ല. കുപ്പിയിലൊഴുക്കി കമോൺ ശ്രീ, 43 സെക്കൻഡ്. ഷാമിയ മുന്നില്. കുറച്ച്
ഷാമി ഷാമി പുറത്തേക്ക് വെച്ചോളെ. കറക്റ്റ് ആയിട്ട് ഒഴുകി. ഓക്കെയാണോ? ആ ഓക്കെയാണ്. ഷാമി മെല്ലെ പറഞ്ഞോ, വഴുതി വീഴും. മെല്ലെ. ഓക്കെ അല്ലേ? ഓക്കെ. 3, 2, 1. Guys, ഇതില് ഒന്നും സംശയിക്കാനില്ല, ഞാനാണ് ജയിച്ചിരിക്കുന്നത് കേട്ടോ. നോക്കട്ടെ. അയ്യോ ഇനി ഇല്ല. ഞാൻ ചെറിയ വ്യത്യാസം ഷാമിനെ ജയിച്ചത് കേട്ടോ. ചെറിയ വ്യത്യാസമില്ല. ഈ ഒരൊറ്റ കൈ കൂടെ ശ്രീ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു 1000 കിട്ടി. ഇനിയിപ്പോ ഒന്നും കൂടി ഒരു 500 കിട്ടാനുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞത് 101 വെച്ചാ മതി. കേട്ടില്ലല്ലോ. അടുത്ത ഗെയിമിൽ പിടിക്കാൻ അടുത്ത ഗെയിമിൽ പിടിക്കും. അങ്ങനെ നമ്മളെ സെക്കൻഡ് ഗെയിമില് ഫസ്റ്റ് ആയിട്ടുള്ള ടീം 2-ന് നമ്മളിത് പ്രൈസ് മണി കൊടുക്കുകയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങളെ പോക്കറ്റ് അതെ ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് 101 മതി. ഇത് ഇവരാണ് ജയിക്കുന്നത് വിചാരിച്ചിട്ട് കോൺഫിഡൻസിൽ 500 എന്നൊക്കെ പറഞ്ഞത്. ഇനി അടുത്ത ഗെയിമാണ്. അടുത്ത ഗെയിം എന്ന് പറയുന്നത് നമ്മള് ഓണാശംസകൾ അവിടെയുള്ള ചാർട്ടിൽ എഴുതണം. അതും വെറുതെ എഴുതിയാ പോരാ, ഓരോ അക്ഷരം എഴുതണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടെ കസേരന്റെ 3 റൗണ്ട് ചുറ്റിയിട്ട് തല ചുറ്റിയിട്ട് അവിടെ പോയിട്ട് വേണം ഓ എഴുതാൻ. പിന്നെ അടുത്തത് വന്നിട്ട് 3 തവണ ചുറ്റിയിട്ട് നമ്മൾ എഴുതണം. പിന്നെ അങ്ങനെ ഓണാശംസകൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ഇതിന്റെ ടീം ഞാൻ പറഞ്ഞിരിക്കുന്നത് 5 ടീമിന് സല്ലോട് വരുന്നത് പ്രൈസ് മണി 501 രൂപ. ഇത് അങ്ങനെയുള്ള നേരത്തെ തടവ് അത് നടന്നില്ലല്ലോ. അപ്പൊ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ക്യാമറ ഞാനാണ് പിടിക്കുന്നത്. സല്ലു നേരെ അങ്ങോട്ട് ഇറങ്ങിക്കോ. അപ്പൊ റെഡിയല്ലേ? 3, 2 ആദ്യം ഓണാശംസകൾ എഴുതി കഴിഞ്ഞ ഓരാട്ടോ വിന്നറെ. 3, 2, 1 ഗോ. സല്ലു വേഗം. ഫാസ്റ്റ്. 1 സല്ലു 1 2 അഞ്ചി മെല്ലെ ഓടിക്കാം അഞ്ചി. സല്ലു വേഗം. സല്ലു 1 2 കിട്ടു 3 സല്ലു ഓടിക്കോ. അയ്യോ 1 അവേ സല്ലു 1 2 3 സ്ലിപ്പ് ആവരുത്. അയ്യോ അഞ്ചി എവിടേക്കാ പോണെ? ഓടാ സല്ലു വേഗം. 1 2 3 ഓടിക്കോ. സല്ലു ഓടിക്കോ. സല്ലു 2 സല്ലു 3 മെല്ലെ പോയാ മതി. അവിടെ ഫുള്ള് പോട്ടെ. അയ്യോ ആ സല്ലു 1 2 3 ഓടിക്കോ. സല്ലു ഓടെ. എടാ 4ാമത്തെ ഓടാ. ഞാൻ എത്ര തവണ ഇവിടെ നിന്ന് പറയണ്ടെന്ന് അറിയാം. ഇവ കേക്കണ്ടേ? സ്ലിപ്പായി പോകുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല എനിക്ക് കാലിന് നല്ല വേറൊരു കാര്യം അറിയോ? ഈ ഒരു ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ട്രൈ ചെയ്തത് ഓണാശം ഓണാന്ന് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പിന്നെ ചാർട്ട് വേണം എഴുതിയതാണല്ലോ. അങ്ങനെ ഇതിൽ വിന്നറായിരിക്കുന്നത് ടീം 1 ആണ്. ഞങ്ങൾക്ക് കിട്ടിയതിൽ നിന്നും ഒരു പങ്ക് മാത്രമേ അത് പോകുന്നുള്ളൂ. ജയിച്ചല്ലോ. കഷ്ടപ്പെട്ടാണ് ജയിച്ചത്. അതെ അത് സമ്മതിച്ചു തരാതിരിക്കാൻ കഷ്ടപ്പെട്ടത് ഞാൻ കണ്ടുകൊണ്ട് ഞാൻ 3 തവണ 4 തവണ അവസാനത്തേക്ക് എണ്ണം കിട്ടണ്ടേ? 3 കറങ്ങിയിട്ട് അഥവാ പൊട്ടിപ്പോയാൽ പേടിച്ച് 4 പേര്. അതിനെ കൺഫേം ചെയ്ത് ഇറങ്ങിയതാ. ഞാൻ അവന്റെ അടുത്ത് പറയുന്നു ഓടണ്ടേ. ഞാൻ അവിടെ പോയിക്കട്ടെ. അവിടെ കൊറേ ചീറപ്പ് ചെയ്ത് അങ്ങനെ നമ്മൾ ഓണാഘോഷമൊക്കെ ഇവിടെ തീരാണ്. ഞങ്ങൾ ഭയങ്കരമായിട്ട് ടയേർഡായി പോയി. കുറെ നേരമായി. ഞങ്ങൾ നല്ല അടിച്ചു പൊളിക്കുകയും ചെയ്ത് അതിന് കൂടെ തന്നെ ഞങ്ങൾ ഭയങ്കര ടയേർഡാണ്. ഫസ്റ്റത്തെ പൂക്കള മത്സരം ഭയങ്കര അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് സദ്യ വെച്ചത് എന്റെ അമ്മ ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഇവരുടെ ഗെയിം ഇല്ലായിരുന്നോ? ഭയങ്കര ഈ ഓണാശംസകൾ ഇതാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. നല്ല ഫണ്ണി ആയിരുന്നു. പിന്നെ പിന്നെ ഞങ്ങൾ തമ്മിലുള്ള അത് അടിപൊളിയായിരുന്നു ഗൈസ്. അതൊരു റെസ്റ്റ് ആയിട്ടുള്ള ഗെയിം ആയിരുന്നു. ഇപ്പൊ സമയം ഒരുപാട് ലേറ്റ് ആയി പോയി. ഇല്ലെങ്കിൽ ഞങ്ങൾ ഒരുപാട് ഗെയിംസ് ഉണ്ടായിരുന്നു. ഇനി ഒരു 2-3 ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെങ്കിൽ നമുക്ക് അടുത്ത ഓണത്തിൽ ഓക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും